നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTC ബസ് തടഞ്ഞ് ആക്രമണം നടത്തിയ 3 യുവാക്കളെ വലപ്പാട് പോലീസ് പിടികൂടി. അന്തിക്കാട്ട് CHC ഭരണനിർവഹണ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളിയിൽ കാനയുടെ സ്ലാബ് നിർമ്മിക്കുന്നതിനിടെ കോൺക്രീറ്റ് മിക്സറിൽ കൈകുടുങ്ങി തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി സ്വദേശികളായ മന്നാമ്പറമ്പിൽ വിഷ്ണു, കൊട്ടുക്കൽ അമിത്, വലപ്പാട് ചാഴുവീട്ടിൽ കുട്ടി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാത്രി എടമുട്ടം ജംഗ്ഷന് വടക്കാണ് സംഭവമുണ്ടായത്. എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിനെ എതിർദിശയിൽ നിന്ന് സ്കൂട്ടറിൽ വന്നിരുന്ന യുവാക്കൾ തടയുകയും ബസ് ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുകയും ബസിന്റെ വാതിലിന്റെ ചില്ല് പൊട്ടിക്കുകയും ചെയ്തു. സർവീസ് മുടങ്ങി. 50,000 രൂപയുടെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. വലപ്പാട് SI സദാശിവൻ, സീനിയർ CPOമാരായ പ്രബിൻ, PK അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഭരണനിർവഹണ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CC മൂന്നൻ MLA നിർവഹിച്ചു. അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷമങ്ങളൊക്കെ എടുത്ത് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുമായി ഇടപെട്ടുകൊണ്ട്, അതുപോലെ എന്തൊക്കെയാണ് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഈ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൽ എന്ത് പങ്ക് എനിക്ക് വഹിക്കാൻ കഴിയും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എങ്ങനെയോ വന്നുപെട്ടതാണ് MLA സ്ഥാനം. ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാലോ, എങ്ങനെയോ വന്നുപെട്ടതാണ്. അങ്ങനെ കിട്ടിയപ്പോൾ ഈ പ്രദേശത്തിൻ്റെ മുൻകാലങ്ങളിൽ പഞ്ചായത്ത് മെമ്പറായി, വൈസ് പ്രസിഡൻ്റായി, ആക്ടിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച എൻ്റെ പ്രദേശം. എന്തൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് ആരും പറയാതെ തന്നെ നമുക്ക് ആവശ്യമായ രീതിയിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലെപ്പോഴും വരാറുണ്ട്. അതുമാത്രമല്ല, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുമ്പുണ്ടായിരുന്ന പ്രസിഡൻ്റൊക്കെ കൂടി ചർച്ച ചെയ്ത് വലിയൊരു ലിസ്റ്റ് നമ്മുടെ MLA ഓഫീസിൽ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആദ്യഘട്ടം ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഓരോ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ക്ഷണം അനുസരിച്ചൊരു കാതിർക്ക ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തീരുമാനിച്ചു വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ രോഗികളെ കെടുത്തുന്നതിന് ആവശ്യമായ നല്ല കട്ടിൽ വേണം. ഇവിടെ വരുന്നത് പാവപ്പെട്ടവരല്ല വരാൻ പോകുന്നത്. അവർ കെടുക്കുമ്പോൾ നല്ല പ്രൗഢിയോടുകൂടി കെടുക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള കട്ടിൽ വേണം എന്നങ്ങനെ മനസ്സിൽ തോന്നി. നാട്ടിക നിയോജകമണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 95 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. MLAയുടെ ഇടപെടലിൽ പെരിങ്ങോട്ടുകര സ്വദേശി മുത്തേടത്തറ VK ഖാദർ സ്പോൺസർ ചെയ്ത 10 കിടക്കകളും കട്ടിലുകളും ചടങ്ങിൽ വെച്ച് ആശുപത്രിക്ക് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേനക, മധു, ശരണ്യ, KK പ്രദീപ്, ജ്യോതി രാമൻ, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സെന്തിൽ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിൽ കാനയുടെ സ്ലാബ് നിർമ്മിക്കുന്നതിനിടെ കോൺക്രീറ്റ് മിക്സറിൽ കൈകുടുങ്ങി അസം സ്വദേശിയായ തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റു. കണ്ടശങ്കടവിൽ താമസിക്കുന്ന കാസിം അലിക്കാണ് പരിക്കേറ്റത്. വാടാനപ്പള്ളി ഫാൻസി റോഡിൽ കാനയ്ക്ക് സ്ലാബ് നിർമ്മിക്കുന്നതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് 5 അപകടമുണ്ടായത്.
അഗ്നിരക്ഷാ സേനയും ഡോക്ടർമാരും ഏറെ പരിശ്രമിച്ചാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. ചതഞ്ഞെറിഞ്ഞ വലതു കൈമുട്ടിനു താഴെ മുറിച്ചുമാറ്റി. തളിക്കുളം ആംബുലൻസ് പ്രവർത്തകർ ആദ്യം തൃശൂർ അശ്വിനി ആശുപത്രിയിലും തുടർന്ന് എലൈറ്റ് ആശുപത്രിയിലും എത്തിച്ചു. ജനകീയ സൗഹൃദവേദിയുടെ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കായുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ജനകീയ സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, ട്രഷറർ മധു കുന്നത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ, സുധി ഏറാട്ട്, ബാബുരാജ് നെടിയിരിപ്പിൽ, വേലായുധൻ ആളുപറമ്പിൽ, ബിജു പാലപ്പെട്ടി എന്നിവർ സംസാരിച്ചു. ഒന്നാം സമ്മാനമായ TVS ജുപിറ്റർ സ്കൂട്ടർ കഴിമ്പ്രം സ്വദേശി ഉണ്ണികൃഷ്ണൻ കോവിൽ തെക്കേവളപ്പിന് ലഭിച്ചു. രണ്ടാം സമ്മാനം 5G സ്മാർട്ട് ഫോൺ മിശ്രിയ ചന്ദ്രാപിനിയും, മൂന്നാം സമ്മാനം എയർ ഫ്രയർ ഇരിങ്ങാലക്കുട സ്വദേശി അഞ്ജു വൃന്ദയും നേടി. 7 ദിവസം നീണ്ടുനിന്ന പോഴങ്കാവ് ഫെസ്റ്റ് സമാപിച്ചു. പിന്നണി ഗായിക ദുർഗ വിശ്വനാഥിന്റെ ഗാനമേളയോടുകൂടിയാണ് ഫെസ്റ്റ് സമാപിച്ചത്. സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുട്ടികൾക്കുള്ള റൈഡുകൾ തുടങ്ങി നിരവധി ഉല്ലാസപ്രദമായ പരിപാടികൾ ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ ET ടൈസൺ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, വാർഡ് മെമ്പർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരുന്നു. തൃപ്രയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠാ ദിനം വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 8-ന് ശേഷം ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അഭിഷേകം, പഞ്ചഗവ്യം, കളഭം എന്നിവ നടക്കും. തുടർന്ന് അന്നദാനം ഉണ്ടായിരിക്കും. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ കലാപരിപാടികൾ അരങ്ങേറും. വൈകിട്ട് 4:30-ന് സംഗീത സദസ്സ്, തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം തൃശൂർ വാദി ഗുരുകുലത്തിന്റെ വനിതകൾ അവതരിപ്പിക്കുന്ന പാഞ്ചാരി മേളവും രാത്രി 7 മണിക്ക് ഗാനസന്ധ്യയും അരങ്ങേറും. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
Gita Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചുവരാം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ ലഭിച്ച കുട്ടികളുടെ സംഗമം നടത്തി. ചന്ദ്രാപിന്നി വി കെ കുമാരൻ ഹാളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം പി എ ഷമീർ, GLP സ്കൂൾ പ്രധാനാധ്യാപിക മഞ്ജുള മനോഹരൻ, SC പ്രൊമോട്ടർ വിനീത തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാവരും വന്നവരെ ആയിട്ട് ആ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമുള്ളത് അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ഉയർന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വിവിധങ്ങളായിട്ടുള്ള ഫണ്ടിൻ്റെ ഇതിന് വ്യത്യാസം ഉണ്ട്. ഓരോരുത്തർക്ക് ലഭ്യമാകുന്ന തുകയ്ക്ക് വ്യത്യാസമുണ്ട്. അതായത് പുറത്ത് പഠിക്കുന്നവർക്ക് 50,000 രൂപ വരെ കിട്ടുന്ന കുട്ടികളും ഉണ്ട്. 9.5 ലക്ഷം രൂപ അതിൽ ഫണ്ട് മാറ്റിക്കൊടുക്കും. ഈ കുട്ടികളുടെ പഠനം, ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഏറ്റവും ഉയർച്ചയിലേക്ക് പഠിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് സർക്കാർ ഇത്തരം പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്. കണ്ടശങ്കടവ് പടിയം വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ കപ്പേളയിലെ തിരുനാളിന് കൊടിയേറി. ഫൊറേന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ കാർമ്മികനായി. ചൊവ്വാഴ്ച വൈകിട്ട് തിരുനാൾ കൊടിയേറ്റം, ലതിഞ്ഞ്, നൊവേന, നേർച്ച വിതരണം എന്നിവ നടത്തി. തുടർന്ന് തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മവും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ മെയ് 13 ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് കപ്പേളയിലേക്ക് വള എഴുന്നള്ളിപ്പ്, ലതിഞ്ഞ്, നൊവേന, തിരുനാൾ സന്ദേശം, സ്നേഹവിരുന്ന് എന്നിവ നടത്തും. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റലപ്പള്ളി, പ്രസിഡന്റ് അരുൺ ആന്റണി, സെക്രട്ടറി CO ജിൻഡോ, ട്രഷറർ ഡൊമിനിക് സാവിയോ, വൈസ് പ്രസിഡന്റുമാരായ TJ വിൻസെന്റ്, വർക്കി ചാലിശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സിജോ റോക്കി, ലിറ്റി റാഫേൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാരമുക്ക് താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടത്തി. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ KT മാധവൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. തുടർന്ന് നൃത്തനൃത്യങ്ങളും തിരുവാതിരക്കളിയും അരങ്ങേറി.
വാടാനപ്പള്ളിയിൽ ലോഡ്ജിൽ താമസിച്ചു വരുന്ന മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം തോട്ടാരത്ത് ശങ്കരനാരായണന്റെ മകൻ ശ്രീകുമാറാണ് മരിച്ചത്. വാടാനപ്പള്ളി ഫാൻസി റോഡിലുള്ള ദോഹ ടവർ എന്ന ലോഡ്ജിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1 മാസമായി ഇയാൾ വാടകയ്ക്ക് ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു. അനക്കമില്ലാതെ കിടക്കുന്നതായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:45 ലോഡ്ജിലെ മാനേജറാണ് കണ്ടത്. ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ പരിശോധിച്ചതിൽ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC ബസ് തടഞ്ഞ് ആക്രമണം നടത്തിയ 3 യുവാക്കളെ വലപ്പാട് പോലീസ് പിടികൂടി. അന്തിക്കാട്ട് CHC ഭരണനിർവഹണ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളിയിൽ കാനയുടെ സ്ലാബ് നിർമ്മിക്കുന്നതിനിടെ കോൺക്രീറ്റ് മിക്സറിൽ കൈകുടുങ്ങി തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.